ഹലോ എവരിവൺ. ചില ദിവസം നമുക്ക് ഭയങ്കര മടിയായിരിക്കും അല്ലേ? അപ്പോൾ നല്ല തൈര് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കിടിലൻ മാങ്ങാച്ചാറാണ്. മാങ്ങ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് തൊലി കളഞ്ഞിട്ട് വേണം നുറുക്കിയെടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് തലേ ദിവസം ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ കാര്യങ്ങൾ രാവിലെ എളുപ്പമായി. ഇനി നമുക്കത് സെറ്റാവാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ രാവിലെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു പാൻ എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണയോ നല്ലെണ്ണ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിയ ശേഷം ഉലുവയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി എരിവിന് ആവശ്യമായിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയും പിന്നെ നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അളവൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറയാമേ. ഇതിൻ്റെ പച്ച മണം മാറുന്നവരെ നല്ലപോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതും നമുക്ക് ഏകദേശം ഒന്ന് പച്ചമണം മാറ്റി മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ. വിനാഗിരി നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട കേട്ടോ. ഞാൻ എന്തായാലും ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വിനാഗിരി ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. വിനാഗിരി ചൂടാക്കിയിട്ടും ഒഴിക്കാം, അല്ലാതെയും ഒഴിക്കാം, ഒരു കുഴപ്പമില്ല. ഈ അച്ചാർ ഒരാഴ്ചയിൽ കൂടുതൽ വീട്ടിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ചൂടാക്കിയിട്ടല്ല ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെറ്റായിട്ടുള്ള മാങ്ങയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കുറച്ചിങ്ങനെ ഒരു വാട്ടറി കൺസിസ്റ്റൻ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. പിന്നെ നമ്മൾ എപ്പോഴാണോ കഴിക്കണമെന്ന് വെച്ചാൽ അപ്പം നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാക്കണത്. അതുകൊണ്ട് തന്നെ ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പറയുമ്പോൾ തന്നെ എനിക്കിങ്ങനെ വായിൽ വെള്ളം ഊറിക്കൊണ്ടിരിക്കുക കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഈ ഒരു അച്ചാറെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അവിടെ സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.